മറ്റുള്ളവരുടെ ഡബിങ് സാർ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഈ താരങ്ങളുടെ പ്രശസ്തരായ താരങ്ങൾ ഡബ് ചെയ്യുമ്പോൾ ഞാൻ ഇത് നോക്കാറുണ്ട്. ആരെ അത്ഭുതപ്പെടുത്തിയ? അത് എനിക്ക് മുരളി ഡബ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. മമ്മൂട്ടി ഡബ് ചെയ്യുമ്പോൾ ഞാൻ നോക്കാറുണ്ട്. കാരണം സാധാരണ രീതിയിൽ അവർ ഡബ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഇരുത്തില്ല, തീരെ അടുപ്പിക്കില്ല. ലാൽ ഡബ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരാരും മറ്റുള്ള ഞാൻ ഇരുന്ന് ഒരിക്കലും പറയാറില്ല. കാരണം അവരൊരു ജ്യേഷ്ഠ സ്ഥാനത്തുള്ളതാണ്. ഞാൻ ഒരു കമൻറ്റും പറയാറുണ്ട്, നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ടോ? ഞാൻ ഒന്നും പറയാറുണ്ട്. പക്ഷെ അവർ ചെയ്യുന്നത് ഞാൻ നോക്കാറുണ്ട്. പിന്നെ ഇവരുടെയൊക്കെ ട്രാക്ക് ഞാൻ ഒരുപാട് പടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും ജയറാമിനൊക്കെ ഞാൻ ഒരുപാട് പടങ്ങളുടെ ട്രാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഗുണമുണ്ട്. ഈ മമ്മൂക്കൊക്കെ ഡബ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് സാർ? ഉള്ളിലൊരു വിലയിരുത്തൽ കാണുമല്ലോ, നന്നായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആ ഒരു കോൺഫിഡൻസോടെ ചെയ്യും. പിന്നെ എല്ലാവരും ഡബ് ചെയ്തതിന് ശേഷമേ പുള്ളി ഡബ് ചെയ്യുള്ളൂ, തനിച്ച് കയറി ചെയ്യില്ല. എല്ലാവരും അപ്പോൾ പുള്ളിക്ക് ഹെഡ്ഫോണിൽ കേൾക്കാൻ പറ്റും മറ്റുള്ളവരുടെ ഡെലിവറി എങ്ങനെയാണ്, ഡയലോഗ് ഡെലിവറി അതനുസരിച്ച് പുള്ളി മാറ്റി ഒക്കെ പറയും. നന്നായിട്ട് ചെയ്യാറുണ്ട്, ഞാൻ കാണാറുണ്ട്. വേറെ ആരും ഇരുത്തില്ല. കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടോണ്ടിരിക്കുക. മമ്മൂട്ടിയുടെ ഡയലോഗ് ഡെലിവറി വളരെ ഫാസ്റ്റാണ്. ലാല് കുറച്ച് സ്ലോ ആണ്, മറ്റേ വളരെ മറ്റേ ഫാസ്റ്റാണ് മമ്മൂട്ടി. അത്രയും അത് ഞാൻ ട്രാക്ക് പറയുമ്പോൾ അതിൻ്റെ ആ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു. കാരണം അത്രയും സ്പീഡിൽ പറഞ്ഞെങ്കിലേ ഒക്കുള്ളൂ. ഞാനത് പേപ്പറിൽ നോക്കിയിട്ട് തുടങ്ങുന്നത് മാത്രം അങ്ങോട്ട് നോക്കും, ബാക്കി സ്ക്രിപ്റ്റിൽ നോക്കി ഒറ്റ വായനയാണ്. മനസ്സിലായില്ലേ? എങ്കിലും ആ ട്രാക്കിൽ പിടിക്കാൻ പറ്റും. അല്ലാതെ കാണാതെ പഠിച്ചിട്ട് പറയാൻ ഒരിക്കലും നടക്കില്ല. ഇതെല്ലാം കാണാതെ പഠിച്ചിട്ട് പറഞ്ഞു വരികയാണെങ്കിൽ മാസങ്ങളെടുക്കും. അപ്പം എനിക്ക് ഒരു ടെക്നിക്കുണ്ട്. ഞാൻ തുടങ്ങുന്ന മാത്രം അങ്ങോട്ട് നോക്കും, അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റിലേക്ക് നോക്കി ഒറ്റ പുളി പിടിക്കും. ലിപ്പ് കറക്റ്റായിരിക്കും. എവിടെയൊക്കെ ബ്രേക്ക് ഉണ്ടെന്നുള്ളത് ഞാൻ ആദ്യമേ മാർക്ക് ചെയ്ത് വയ്ക്കും. എവിടെയൊക്കെ മാർക്കിംഗ് ഉണ്ട് ആ മാർക്കിംഗ് വരുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും. അത് ടെക്നിക്കാണ്. നോക്കി വയ്ക്കുമ്പോൾ അറിയാം അവിടെ നിന്നുള്ളത്. അടുത്ത സ്റ്റാർട്ട് ചെയ്യുന്നവിടെ നിന്ന് പിടിച്ച് കഴിഞ്ഞാൽ കറങ്ങും. ഈ രണ്ടുപേരുടെയും ട്രാക്ക് ചെയ്യുന്ന പറഞ്ഞല്ലോ, മമ്മൂട്ടിയുടെ ആണ് എളുപ്പം, മോഹൻലാലിനാണ് പറയാൻ സാറിന് എളുപ്പം? ലാലിൻ്റെയാണ്. മോഹൻലാലിൻ്റെ മമ്മൂട്ടിക്ക് ബുദ്ധിമുട്ടാണ്. കാണാൻ പറയത്തൊക്കെ ഞാൻ വളരെ ട്രാക്ക് പറഞ്ഞ പടങ്ങളാണ്. CBI ഡയറി ഗ്രൂപ്പൊക്കെ ട്രാക്ക് പറഞ്ഞതാണ്. സാമ്രാജ്യം അതൊക്കെ ഞാൻ ബുദ്ധിമുട്ടാണ്. മമ്മൂട്ടിയുടെ പറയാൻ സ്പീഡാണ്. ലാലിൻ്റെ എളുപ്പമാണ്, സുരേഷ് ഗോപിയുടെ എളുപ്പമാണ് ട്രാക്ക് പറയാൻ. മറ്റേ ഈ ചില ആൾക്കാർക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഫാസ്റ്റ് ഡെലിവറി ആകുമ്പോൾ നമ്മൾ അത്രയും ഫാസ്റ്റിൽ പോകണം. അത് നമ്മൾ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോഴും തമിഴ് വളരെ ഫാസ്റ്റാണ് ഡെലിവറി. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് മലയാളം പറയാൻ സാധിക്കുന്നവർക്ക് ഈ തമിഴ് പടങ്ങൾ മലയാളത്തിലേക്ക് ഡബ് ചെയ്യാൻ പറ്റും. ഈ ട്രാക്ക് പറഞ്ഞപ്പോൾ ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളോ മമ്മൂട്ടിയായാലും അതെങ്ങനെയാണ് ഈ ട്രാക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ടേക്ക് പറഞ്ഞാൽ മതി, ഞാൻ 5-6 ടേക്ക് പറയും. പല ആംഗിളിലാണ് ഈ ക്യാമറ എടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ക്രൈം ഫയൽ എന്നുള്ള പടം 35,000 അടി എഡിറ്റഡ് ലെങ്ത് ഉണ്ടായിരുന്നു. ഈ 35,000 അടി ഞാൻ ഡബ് ചെയ്തു. സുരേഷ് ഗോപി 15,000 അടി ഡബ് ചെയ്താൽ മതി. കാരണം ഒരു ടേക്ക് 6-7 ടേക്കാണ്. ഈ 6 ടേക്ക് ഞാൻ പറയും. അത് പല ആംഗിളിലാണ് ക്യാമറ വയ്ക്കുന്നത്. ഒന്ന് ടോപ്പായിരിക്കും, ഒന്ന് മീഡിയം ആയിരിക്കും, ഒന്ന് സൈഡായിരിക്കും, വേറെ ഒന്നായിരിക്കും ലോ ആംഗിളിൽ വരും, ഇങ്ങനെയൊക്കെ വരും. ഇത് കട്ട് ചെയ്തിട്ടാണ് ഇത് ഇടുന്നത്. ഒരു ഡയലോഗ് ലോഗിലിട്ട് മറ്റൊരിട്ട് ഇങ്ങനെ വരും. നിങ്ങൾ പടം കാണുമ്പോൾ അങ്ങനെ കാണുകയുള്ളൂ. പക്ഷെ നമ്മൾ 6 പ്രാവശ്യം ഡബ് ചെയ്യണം. പക്ഷെ ഇവർക്ക് 6 പ്രാവശ്യം ഡബ് ചെയ്യണ്ട. ഇവർ ട്രാക്ക് കേട്ട് കഴിഞ്ഞാൽ ആ കേട്ട് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സ്ട്രെയിൻ ഞാൻ 6 പ്രാവശ്യം പറയാറുണ്ട്. അതിന് സാമ്പത്തിക നേട്ടമുണ്ട്, ഇല്ല ഞാൻ പറയില്ല. പക്ഷേ 1-2 പ്രാവശ്യം പറയുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവും എങ്ങനെ ചെയ്താൽ ശരിയാവുന്നുള്ളൂ. അതുകൊണ്ട് ഒരുപാട് പടങ്ങൾ ട്രാക്ക് പറയാൻ എന്നെ വിളിക്കാറുണ്ട്. കാരണം ഫാസ്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എന്നെ വിളിക്കാറുള്ളത്. ഒരു നടൻ ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞാൽ അവർ സ്വന്തം ശബ്ദം തന്നെ ഉപയോഗിക്കുന്നത്. അതാണ്. അത് സ്വന്തം ശബ്ദം ഉപയോഗിക്കാത്തവരുടെ പരാജയം സാർ കണ്ടിട്ടുണ്ട്. ശങ്കരൻ സാർ കൊടുത്തിട്ടുണ്ട്, ഷാനവാസ്. പരാജയം എന്ന് പറയാൻ നോക്കില്ല. ദൈവം എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് തരില്ല, അതാദ്യം മനസ്സിലാക്കുക. എന്താ പറയുന്നത്, ഒരു സൃഷ്ടി ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടാവും. ഒന്നീ അയാളുടെ അഭിനയത്തിൻ്റെ കണ്ണിലായിരിക്കും, അല്ലെങ്കിൽ മുടിയിലായിരിക്കും, അല്ലെങ്കിൽ ശബ്ദത്തിലായിരിക്കാം, അല്ല ആംഗ്യ വിക്ഷേപങ്ങളിലായിരിക്കാം. ഒരു നടനെ സംബന്ധിച്ചോളം എവിടെയെങ്കിലുമൊക്കെ ചെറിയ അപാകതകളുണ്ടാവും. എല്ലാം പൂർണ്ണമായി തികഞ്ഞ ഒരു നടനെ ഞാനിതുവരെ കണ്ടിട്ടില്ല. ഒരു പൂർണ്ണതയുള്ള നടനെന്ന് പറയാനൊക്കില്ല. എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവും. അത് ഞാൻ എന്താണെന്ന് ഞാൻ പറയില്ല. ശങ്കറിൻ്റെ ഡിഫക്റ്റ് ശബ്ദം തന്നെയായിരുന്നു. ശബ്ദം ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടില്ലേ? ഒരുപാട് ചെയ്തിട്ടുണ്ട്. മുമ്പ് നമ്മൾ ഡബ് ചെയ്യാൻ പോകുന്ന സാധനം വീട്ടിൽ കൊണ്ട് നിർത്തുള്ളൂ. നാളെ ഷൂട്ടിങ്, ഇന്ന് അത് എടുക്കണം, നാളെ അത് എടുക്കാൻ പറ്റില്ല, അതിന് സമയമില്ലാത്തതുകൊണ്ട് വീട്ടിൽ നാഗരികമായിട്ട് വന്ന് ഡോർ അടച്ചിട്ട് എന്നെ കൊണ്ട് പറയിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഡയലോഗ് കേട്ടിട്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അവരെ കൊണ്ട് ആക്ട് ചെയ്യിച്ചിട്ടുണ്ട്. ഇതൊക്കെ മാറി മാറി വന്നു. ഞാൻ വരുമ്പോൾ ലൂപ്പ് സിസ്റ്റമായിരുന്നു.
ലൂപ്പിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. നസീർ സാറും ഒരു മൈക്കിലും ഞാനൊരു മൈക്കിലും ചെയ്തിട്ടുണ്ട്. അന്ന് കൂട്ടായി നിന്ന് വേണം ചെയ്യാൻ. ഇപ്പോൾ എന്തായി തനിച്ചായി. ഈവൻ TV സീരിയൽ പോലും എല്ലാം ഒരുമിച്ചിരുന്നാണ് ഞാൻ ആദ്യം ഈ പപ്പയൊക്കെ ചെയ്യുമ്പോൾ ഒരുമിച്ചിരുന്നാണ് ചെയ്തത്. ജാക്കി ചാനും ഒരുമിച്ചിരുന്നാണ് ചെയ്തത്. അപ്പോൾ ഒരാൾ തെറ്റിച്ചാൽ നമ്മൾ വീണ്ടും പറയേണ്ടി വരും. ഇപ്പം അങ്ങനെയില്ല, തനിച്ചെടുക്കാവുന്ന ഒരുപാട് ടെക്നിക്കുകൾ മാറി. അതുപോലെ പണ്ട് ഫിലിം കൊണ്ടുപോയിരുന്ന പെട്ടികളിലായിരുന്നു. ഇപ്പോൾ പെൻഡ്രൈവിൽ ചെറിയ ഇതിലായി. ഇങ്ങനെ മാറി മാറി സിനിമയുടെ ഞാൻ ആദ്യം അഭിനയിക്കുന്ന ക്യാമറ തന്നെ പലർക്കും അറിയില്ല. ഡബറി ക്യാമറയായിരുന്നു. അതെന്താണെന്ന് ആരും കണ്ടിട്ടില്ല. ഞാൻ കണ്ടതാണ്. ഒരു പെട്ടിയായിരുന്നു. അതിൽ നിന്ന് മാറിയാണ് മിച്ചൽ ക്യാമറയായത്. മിച്ചൽ ക്യാമറ മാതിരിയാണ് ആനിഫ്ലക്സ് ക്യാമറയായത്. ഇങ്ങനെ ക്യാമറകൾ മാറി മാറി വരുന്നതിൻ്റെ ജനറേഷൻ അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ശങ്കറിനൊക്കെ സാർ ഒരേ മോഡുലേഷൻ അല്ലേ, അത് സാറിന് എളുപ്പമല്ലേ അങ്ങനെ കിട്ടും? അങ്ങനെ ചില നടന്മാർക്ക് ചെയ്യുമ്പോൾ ശങ്കർ നടനാണ്, സംസാരിക്കാറുണ്ട്. ശബ്ദത്തിന് മാത്രമേ ഉള്ളൂ ഡിഫക്റ്റ്, അല്ല വേറെ ഒരു കുഴപ്പമുള്ളതല്ല. അല്ല, അദ്ദേഹം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഹരി എന്ന് പറയുന്ന ആൾ തന്നെ ഡബ് ചെയ്യണമെന്ന് പുള്ളി പറയുന്നതാണോ അതോ ആരും നിശ്ചയിക്കുന്നതായിരിക്കും? അതൊക്കെ ഇല്ല, പുള്ളി അങ്ങനെ പറയാറില്ല. ഇന്ന ആൾക്കാർ ഇന്ന ആൾ ചെയ്യണമെന്നൊന്നും പുള്ളി ആരും പറയാറില്ല. നന്നായിരിക്കുമ്പോൾ നന്നായിരിക്കണമെന്ന് കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴും എന്നോട് സംസാരിക്കാറായി. അപ്പോൾ അത് പുള്ളി അതിനൊന്നും ഇന്റർഫിയർ ചെയ്യില്ല. ഡയറക്ടർ തീരുമാനിക്കും. ഡയറക്ടർ ഈസ് ദി സുപ്രീം അതോറിറ്റി ഓഫ് ദി ഫിലിം. അയാളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ ശബ്ദം ആർക്ക് വേണോ മാറ്റാം. അത് ഇന്നയാൾ നിർബന്ധമൊന്നുമില്ല. സിനിമയുടെ ഇതനുസരിച്ച് ഒരാളുടെ ശബ്ദം ശ്രൈന സ്വഭാവത്തോടുകൂടി മാറ്റണമെന്നുണ്ടെങ്കിൽ ഡയറക്ടർ ക്യാൻ ചേഞ്ച്. തീർച്ചയായിട്ടും മാറ്റാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. മാറ്റാൻ സാധിക്കും. ഡയറക്ടറാണ് തീരുമാനിക്കും, ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ബാലേന്ദ്രൻ മേനോൻ്റെ പടം, ഞാൻ ചെയ്ത പടങ്ങൾ ഒരുപാടുണ്ട്. മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള എന്നൊരു പടമുണ്ട്, മണിയമ്പിള്ള രാജുവിൻ്റെ. അത് ഞാനാണ് ചെയ്തത്. നിങ്ങൾ ഇട്ട് നോക്കിയാൽ കാണാം. ഹരിയും ഹരിയെ കാണിക്കും. മണിയമ്പിള്ള ട്രിവാൻഡ്രം സ്ലാങ്ങിലാണ് ചെയ്തത്. മണിയമ്പിള്ളയ്ക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നത് ഞാനാണ്. മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള. മണിയമ്പിള്ളയ്ക്കും അറിയാം. ബാലേന്ദ്രൻ മേനോൻ കഴിഞ്ഞ ദിവസം കണ്ട ഉടനെ എന്നെ കണ്ടു വന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്തുകൊണ്ടാണ് അയാൾ ഉയർന്നു കൊണ്ടതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയുണ്ട്. ഞാൻ പറഞ്ഞു ഉണ്ട്. അതിപ്പോൾ അവരുടെ ഇതാണ്, അവർ അഭിനയിച്ചത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മണിയമ്പിള്ളയുടെ പ്രത്യേക സ്ലാങ് അല്ലേ ട്രിവാൻഡ്രം? അത് ഞാൻ ട്രിവാൻഡ്രത്തുകാരനാണല്ലോ. മാത്രമല്ല ഇദ്ദേഹം കൂടെ സഹായിച്ചു, ഡയറക്ടർ കൂടെ സഹായിച്ചു. ബാലചന്ദ്രൻ മേനോൻ സാറും കൂടെ എന്നെ സഹായിച്ചതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റും. അല്ല, അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ ഒരു പുതിയ ശബ്ദം വേണമെന്നും അത് പ്രത്യേക രീതിയിൽ പ്രസൻറ്റ് ചെയ്യണമെന്നും ഡയറക്ടറുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു. അപ്പോൾ സുധീറിൻ്റെ ശബ്ദം, രാജുവിൻ്റെ ശബ്ദത്തെക്കാൾ എൻ്റെ ശബ്ദം ഉപയോഗപ്രദമാകും, അത് കുറച്ചുകൂടെ ഹൈലൈറ്റ് ആവും എന്നുള്ളതുകൊണ്ടാണ് മാറ്റി ചെയ്തത്. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യാറുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ ചെയ്തു. അതായത് ആമിന ടൈലേഴ്സ് ഞാനാണ് ചെയ്തു. കാരണം പുള്ളിക്ക് മുസ്ലിം സ്ലാങ് വരിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് പലരും BK പൊറ്റക്കാട് അങ്ങനെ ഇങ്ങനെ ശ്രീമുരളീധരൻ വിജയ് ഇങ്ങനെ പലരും നോക്കിയപ്പോൾ സംഭവം ശരിയാണ്, പക്ഷെ ലിപ്പൊപ്പിച്ച് പറയില്ല. അത് പരീക്ഷിച്ചതിന് ശേഷം അവസാനമാണ് സാജൻ തീരുമാനിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മുസ്ലിം സ്ലാങ്ങൊന്നും എനിക്കറിയില്ല, നിങ്ങൾ എന്ത് പറയുന്നു അത് ഞാൻ ചെയ്യാം. അങ്ങനെ മുസ്ലിമാണ് ഈ സാജൻ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തരിക, ഞാൻ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ തരണം. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു തരികയും ഞാൻ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ അതുപോലെ നാരായണത്തിലെ ഇമാമായിട്ട് മറ്റേ ഈ ശ്രീരാമൻ ചെയ്തിട്ടുണ്ട്. അതും ഡയറക്ടർ പറഞ്ഞു തന്നു. ശശി ശങ്കർ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്കറിയാം ഇതെങ്ങനെ പറഞ്ഞാൽ എന്താവുള്ളൂ. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യും. അപ്പോൾ ഞാനൊരു ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒറ്റ പ്രാവശ്യം ടേക്ക് ഓക്കെ ആവില്ല, ഒരു 15 പ്രാവശ്യം പറയും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമുക്കത് ഒപ്പിച്ച് വരും. ഒരു ഡയലോഗ് ഞാൻ 15 പ്രാവശ്യം പറയാറുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർ പറയില്ല, വന്ന ഉടനെ ചെയ്യുക പോവുക എന്ന്. അങ്ങനെ ചെയ്താൽ ശരിയാവില്ല. നമ്മൾ 10-15 പ്രാവശ്യം കൺസീവ് ചെയ്തിട്ട് പറയുമ്പോൾ അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. വേറൊരു ശൈലിയിലാണ് ചെയ്യുന്നത്. ദൈവം സഹായിച്ച് എനിക്ക് അത് ചെയ്യാൻ പറ്റി. എനിക്ക് മറക്കാനൊക്കെ ഇല്ല. അതുപോലെ ഞാൻ ഒരുപാട് പേർക്ക് ചെയ്തപ്പോഴും എനിക്ക് ആ ഒരു കലാമണ്ഡലം കേശവൻ ചെയ്തപ്പോഴും പിന്നെ ഈ ഇമാമിന് ശ്രീരാമന് ചെയ്തപ്പോൾ പിന്നെ മാത്യു ബെന്നി വരുന്നത് ഇത്രയും പേർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നടന്മാർക്ക് ജീവൻ കൊടുത്തു. എങ്കിലും കംഫർട്ടഡ് ആയിരിക്കും. ഇന്ന ശബ്ദം കിട്ടി എനിക്ക് ഒരു സ്ട്രെയിൻ ഇല്ല എന്ന് ചിന്തിക്കുന്ന നടൻ ആരായിരിക്കും? അങ്ങനെ എല്ലാവരുടെയും എല്ലാതായ ഞാൻ പറഞ്ഞില്ല ഡിഫക്ട്സ് ഉണ്ട്. ഇപ്പം മാത്യു ബെന്നി വരുന്നത് ഞാൻ ഡബ് ചെയ്തു. ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ ഡയറി എന്ന് പറഞ്ഞതാണ്. പുള്ളി നടനല്ല, പുള്ളി ഒരു ഡയലോഗ് 2-3 പ്രാവശ്യം പറയും. അപ്പോൾ അതിന് നമ്മൾ വേറെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് പറയണം. അത് ഞാൻ ചെയ്തു. ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ ഡയറി എന്നായിരുന്നു ആ പടത്തിൻ്റെ പേര്. ഞാൻ ചെയ്തതാണ് മാത്യു ബെന്നി. അങ്ങനെ നടനൊന്നുമല്ല, ഒരു ഡോക്ടറാണ്. മനസ്സിലായില്ലേ? ആ ഡോക്ടർ പറയുമ്പോൾ ആ ഡോക്ടറുടെ രീതിയിൽ വേണം പ്രസന്റ് ചെയ്യാൻ. ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ട് നടനാരായിരിക്കും?
നല്ല ബുദ്ധിമുട്ട് ചെയ്ത് ഗിരീഷ് കർണാടൻ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് ഗിരീഷ് കർണാടൻ ആനന്ദ ഭൈരവി എന്നൊരു പടം അത് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടിയായിരുന്നു. അങ്ങനെ സ്റ്റൈല് വേറൊന്നാണ്. ആ സ്റ്റൈലിലേക്ക് പോകാൻ കുറച്ച് ഞാൻ പാടുപെട്ടു. അതെനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടിയ ഒരു സാധനമായിരുന്നു. അത് ഈ ഗിരീഷ് കർണാടിനെ പോലെ ഒരു നടന് ശബ്ദം കൊടുത്തപ്പോൾ. പിന്നെ അതേപോലെ ഞാൻ ഇസബെല്ല എന്നൊരു പടം വന്നു മോഹൻ്റെ. അത് ആനന്ദ് മഹാദേവനെ ഞാൻ ഡബ് ചെയ്തു, ഇത്തിരി സ്ട്രെയിൻ ചെയ്ത. അങ്ങനെ മലയാളിയാണെങ്കിലും ബാലേന്ദ്രൻ മേനോൻ സാറായിരുന്നു എൻ്റെ ഹീറോ ആയിട്ട് അഭിനയിച്ചത്. അതിനകത്ത് ഞാൻ ഈ ആനന്ദ് മഹാദേവനെ ഡബ് ചെയ്തു, ഇത്തിരി സ്ട്രെയിൻ ചെയ്തു. കാരണം അത് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹിന്ദി നടനാണ് ഇയാൾ, മലയാളിയാണെങ്കിലും അയാളുടെ പ്രസൻറ്റേഷൻ ഒന്ന്. പിന്നെ ഒന്ന് ഞാൻ എനിക്ക് ബുദ്ധിമുട്ടിയ ഒരു പടം ഓളങ്ങൾ, അമൽ പലേക്കർക്ക് ഡബ് ചെയ്തപ്പോൾ എനിക്ക് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു പടം ചെയ്തത് ചിരിക്കാതിരിക്കാൻ ഒക്കില്ല, ബാലേന്ദ്രൻ മേനോൻ്റെ പടത്തിലെ ഷമ്മി കപൂർ ഡബ് ചെയ്തു. ഷമ്മി കപൂർ അയാൾ മലയാളത്തിൽ അഭിനയിച്ചു, ഷമ്മി കപൂർ. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് രസമാണ്, ഇവർ കേൾക്കേണ്ട സാധനമാണ്. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഞാൻ മലയാളത്തിലാക്കുകയാണ്. മോളെ, ഈ അച്ഛനുള്ളപ്പോൾ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനുണ്ട് നിനക്ക്. എന്ത് പ്രശ്നത്തിനും ഈ അച്ഛൻ നിൻ്റെ പിന്നിലുണ്ടാകും. നമ്മൾ ഹെഡ്ഫോണിൽ കേൾക്കുന്നത് എന്താണ്? 1 2 3 4 5 6 7 8 9 10 എന്നാണ്. മനസ്സിലായില്ലേ? ഇതിനെയാണ് ഞാൻ മറ്റേതാക്കുന്നത്. ആ വികാരത്തോടു കൂടി, ആ ഭാവത്തോടു കൂടി നമുക്ക് പ്രസൻറ്റ് ചെയ്യണം. ബാലേന്ദ്രൻ മേനോൻ സാധനത്തിന് അയാൾക്ക് മലയാളം പറയാൻ ഒക്കില്ല, അയാളെ കൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞ് പരിചയിക്കുന്നത്, കഴിയണം അത് ശരിയാക്കാൻ. അങ്ങനെ ഞാനത് ഇന്ന അക്ഷരങ്ങൾ പറക്കി വെച്ച് അയാളുടെ വാക്യാർത്ഥമുള്ള ലിപ് മൂവ്മെൻറ്റ് നോക്കി മോളെ എന്ന് വിളിക്കുമ്പോൾ ആ 3യുടെ മുമ്പിൽ മോളെ ആക്കുക. ഇങ്ങനെ അതൊരു എൻ്റെ ഒരു ഇവിടെ ഇതാണ് അച്ഛനാണ് ഞാൻ ചെയ്തത്. അതും എനിക്ക് മറക്കാനും ഈ പടം അതെല്ലാം എനിക്ക് സുഖമല്ല അങ്ങനെ എന്താണ് പടത്തിൻ്റെ ഓർമ്മ എനിക്കൊരു ഇതായിട്ട്. അത് ഈ അമൽ പലേക്കർക്കും എനിക്ക് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു. ഹിന്ദി നടനാണ്, അയാൾ മലയാളം ഡെലിവറി ചെയ്തപ്പോൾ ഹിന്ദി സ്റ്റൈലിലാണ് പോയത്. അത് മലയാളീകരിച്ചു. ബാലുമഹേന്ദ്ര സാറായിരുന്നു എന്നെ സഹായിച്ചത്. 1 മാസത്തോളം എടുത്തു ആ ഡബ്ബിങ് പൂർണ്ണമാക്കാൻ.